എന്താണ് ഈ കാര്യമായിട്ട് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് അറിയാമോ? ഞാൻ നാട്ടിൽ നിന്ന് തിരിച്ചു വന്നു, ബഹ്റിനിലെത്തി, നാട്ടിലെ കിച്ചണൊക്കെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് എന്നൊക്കെയാണ് കേട്ടോ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ള കുറച്ച് സൗണ്ടുകൾ അത്ര നല്ലതല്ലാത്തത് കൊണ്ട് ഞാൻ എന്നാ വിചാരിച്ച് വോയിസ് ഓവർ കൊടുക്കാന്നേ. അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് തിരിച്ചു വരാം. അപ്പോൾ ഞാൻ നാട്ടിൽ നിന്ന് ഇട്ടിട്ടുള്ള ആദ്യത്തെ ദിവസമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കുക്ക് ചെയ്യാനായിട്ട് കയറിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ വരുന്നതിന് മുമ്പ് പൊന്നു വാങ്ങിച്ച കുറച്ച് ചൂരയാണ് കേട്ടോ. അപ്പോൾ ഇത് പൊന്നുൻ്റെ അമ്മ കൊടുത്തു വിട്ട തേങ്ങ വറുത്തരച്ചതാണ്. അപ്പോൾ ഇത് രണ്ടും കൂടി വെച്ചിട്ട് ഒരു ചൂരക്കറി ഉണ്ടാക്കാന്നുള്ള പരിപാടിയിലാണ്. നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന പുതിയ കത്തിയെടുത്ത് ഷോ കാണിച്ച് കുറച്ച് ഉള്ളിയൊക്കെ പൊളിച്ച് അതൊക്കെ നല്ല സ്പീഡിലൊക്കെ അങ്ങോട്ട് അരിഞ്ഞ് മാറ്റി അങ്ങോട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കൊണ്ടുവന്ന തേങ്ങ ഒന്നുകൂടി ചൂടാക്കി എടുക്കാം കേട്ടോ. അതിനകത്ത് ഉള്ളിയോ മറ്റു പൊടികളോ ഒന്നും ഇല്ലാതെ നമ്മുടെ പൊന്നുൻ്റെ അമ്മ അത് മഞ്ഞപ്പൊടിയും തേങ്ങയും മാത്രം ചേർത്ത് വറുത്തതാണ് കേട്ടോ. അപ്പോൾ അതിനകത്ത് ഞാൻ തന്നെ കുറച്ച് ഉള്ളിയും മറ്റു പൊടികളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ഇവിടെ വന്നിട്ട് ഏകദേശം ഒരു 7 ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയും ദിവസം അതികഠിന പനി ആയതുകൊണ്ടാണ് കേട്ടോ നമ്മൾ വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്തായിരുന്നത്. അപ്പോൾ ഇപ്പോൾ കുറച്ച് സുഖമായിട്ടൊക്കെ വന്നിട്ടുണ്ട്. എങ്കിലും എൻ്റെ വോയിസ് കേൾക്കുമ്പോൾ അറിയാം ചെറിയ പനിയൊക്കെ ഉണ്ടെന്ന്. അപ്പോൾ നമുക്ക് പാചകത്തിലേക്ക് തിരിച്ചു വരാം. ഞാൻ ഇതിലിട്ട പൊടികൾ നമ്മുടെ മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട്, മുളക് പൊടി, മല്ലിപ്പൊടി, ഒരു നുള്ളു ഉലുവാപ്പൊടി, ഇത്ര ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് ആവശ്യത്തിനുള്ളത് എടുത്തിട്ട്, അതായത് കറിക്ക് ആവശ്യമുള്ള തേങ്ങ അരപ്പ് എടുത്തിട്ട് നമുക്കത് വെള്ളമൊക്കെ ചേർത്ത് നല്ല അടിപൊളിയായിട്ടൊന്ന് അരച്ചെടുക്കാവേ. അപ്പോൾ നല്ല മഷി പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ചട്ടിയിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ആവശ്യത്തിന് വെള്ളമൊക്കെ ചേർത്ത് അങ്ങോട്ട് മിക്സ് ചെയ്ത് വെക്കാം. ഇത് ഉള്ളി വഴറ്റിയൊക്കെ ശരിക്കും വെക്കാം, പക്ഷെ ഞാനിങ്ങനെയാണ് വെക്കുന്നതിന് കുറച്ച് ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതാണ് നമ്മുടെ ഗ്രേവി ഒക്കെ നന്നായിട്ട് തിളച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ തിളയൊക്കെ വന്നപ്പോൾ തന്നെ തന്നെ ഞാൻ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ എപ്പോഴും കറി അതായത് നമ്മുടെ ഗ്രേവി ഒന്ന് തിളച്ച് വന്നതിന് ശേഷമാണ് കേട്ടോ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാറുള്ളത്. അപ്പോൾ അതായത് ഉപ്പൊക്കെ ചേർത്ത് നന്നായിട്ട് കറി തിളച്ച് വന്നപ്പോഴത്തേക്ക് അതിലേക്ക് പിന്നെ ഞാൻ നമ്മുടെ മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള കൊടംപുളിയോട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതങ്ങോട്ട് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് തിളപ്പിച്ച് കുറുക്കിയെടുത്താൽ നല്ല അടിപൊളി മീൻകറി ഇവിടെ സെറ്റായി കിട്ടും. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയല്ല, കുത്തിക്കോരി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. തണുപ്പ് കാരണം വെളിച്ചെണ്ണയൊക്കെ നല്ല ഉറഞ്ഞിരിക്കുവാണ്. ഇനി മേമ്പൊടിക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് അടച്ച് വെച്ച് കഴിഞ്ഞാൽ ഇനി ഒന്നും പറയണ്ട, മീൻ കറി ഇവിടെ മൊത്തത്തിൽ സെറ്റ് ആയിട്ടുണ്ട്. ഇതും പൊന്നൂൻ്റെ അമ്മക്ക് അന്ന് വിട്ട കുറച്ച് ചീനിയാണ് കേട്ടോ. അപ്പോൾ അത് കൊണ്ടുവന്നിട്ട് ഞാൻ വേവിക്കാനായിട്ടെല്ലാം സെറ്റാക്കി വെച്ച് അടപ്പൊക്കെ ഇട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. മിക്സിങ് കുറച്ച് കൂടിപ്പോയോ എന്നറിഞ്ഞില്ല. കുഴച്ച് വന്നപ്പോഴത്തേക്ക് ഇത് വല്ലാണ്ടൊക്കെ കുഴഞ്ഞു പോയെന്നൊരു സംശയം. സാരമില്ല, മീൻ കറി കൂട്ടി ഒരു പിടി പിടിക്കാം. അപ്പോൾ കറികളെല്ലാം ഉണ്ടാക്കിയിട്ട് ഏറ്റവും ലാസ്റ്റ് ഇതാണ് ചോറ് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ വെന്ത് വരുന്ന സമയം കൊണ്ട് ഞങ്ങൾ കുട്ടിപ്പട്ടാളങ്ങളെയും കൂട്ടി വേസ്റ്റ് ഒക്കെ കളയാനായിട്ട് താഴേക്ക് പോവാണ്. 2 മാസം കാണാതിരുന്നോണ്ട് സാത്തും ജാനൂടി ഒടുക്കത്തെ സ്നേഹത്തിലാണോ. കെട്ടിപ്പിടുത്തോ ഉമ്മ കൊടുപ്പും എടുത്തുകൊണ്ട് നടക്കും. ഇനി ഇത് എപ്പോഴാണോ അടിയായി മറഞ്ഞെന്ന് പറയാൻ പറ്റില്ല കേട്ടോ. അപ്പൊ എന്തായാലും തന്നെ നമ്മൾ വേസ്റ്റ് കളയാൻ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇറങ്ങിയത് മാത്രമേ ഓർമ്മയുള്ളൂ കേട്ടോ. നല്ല അടിപൊളി തണുപ്പായിരുന്നു, കിള്ളി പോകുന്ന തണുപ്പായിരുന്നു കേട്ടോ. പിന്നെ അധികം നേരം ജാനുവിനെയും കൊണ്ടൊന്ന് പുറത്ത് നിന്നില്ല. അതായത് ജാനു പെട്ടെന്ന് ക്ലൈമറ്റ് മാറി പനി വല്ല ആയാലോ എന്നുള്ള പേടി കൊണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ തിരിച്ച് റൂമിലേക്ക് പോയിട്ടുണ്ട്. നമ്മുടെ ഒരു കുട്ടി വീട്ടിൽ എത്ര ഇഞ്ഞൊരു വീട്ടിൽ കാണുന്ന ടാറ്റ ബൈ ബൈ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.